നേരെ നമുക്ക് പശ്ചിമ ബംഗാളിലേക്കാണ് ആദ്യം പോകേണ്ടത്. കാരണം ബംഗാളിൽ ആണ് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കൂടി നടക്കേണ്ടത്. ഈ മാസം 29-ാം തീയതി പശ്ചിമ ബംഗാളിലെ ശേഷിക്കുന്ന 142 മണ്ഡലങ്ങൾ വിധി എഴുതാൻ പോകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 23-ാം തീയതി തമിഴ്നാട്ടിനൊപ്പം പശ്ചിമ ബംഗാളിലെ 152 മണ്ഡലങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ബംഗാളിൽ രേഖപ്പെടുത്തിയത്. സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ 91% പോളിംഗ് ഒരു സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നുവെന്ന് പറയുമ്പോൾ അത് ചരിത്രമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമ ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 152-ൽ ഏതാണ്ട് 110ഓളം സീറ്റുകൾ BJPക്ക് ലഭിക്കും എന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷേ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ഒരു അധികാര മാറ്റമുണ്ടാകാൻ പോകുന്നുവെന്ന സന്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുന്നത്. ദിലീപാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ദിലീപ്, ഇന്നലത്തെ അമിത്ഷായുടെ വാർത്താ സമ്മേളനത്തിൽ എല്ലാം പറയുന്നുണ്ട് പശ്ചിമ ബംഗാളിന്റെ മണ്ണ് ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണെന്നും ഈ 91% എന്ന് പറയുന്ന വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് അത് BJPക്ക് അനുകൂലമാണെന്നും അമിത്ഷാ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ബംഗാളിന്റെ മണ്ണിൽ പ്രചരണത്തിനായി എത്തുകയാണ്. അപ്പോൾ BJP ക്യാമ്പ് എത്രത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്? രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാനിരിക്കെ എത്രത്തോളം സജീവമാണ് ബംഗാളിന്റെ മണ്ണിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ? ഗൗതം, ചരിത്രത്തിൽ ആദ്യമായി വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എന്നടക്കമുള്ള സൂചനയാണ് നമുക്ക് പ്രാദേശിക തലത്തിൽ പോലും ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഗൗതം സൂചിപ്പിച്ചത്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹം ആദ്യം തന്നെ വാർത്താ സമ്മേളനം തുടങ്ങിയതുപോലും എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത്തവണ വിജയം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ ഇത്തരത്തിൽ അത് 90.23% വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. അത് ഭരണവിരുദ്ധതയുടെ ഭാഗമായിട്ട് തന്നെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗവും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിൽ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളെ ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധങ്ങൾ വെസ്റ്റ് ബംഗാൾ നടക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയെ ഈ പൊതു തിരഞ്ഞെടുപ്പ് വേദിയിൽ കൊണ്ടുവരികയും ആ അമ്മയോട് ഉറപ്പ് നൽകുകയും ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിക്കും ഇനി ഈ വെസ്റ്റ് ബംഗാളിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല, സ്ത്രീകളുടെ സുരക്ഷയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ BJPയുടെ പ്രധാന ലക്ഷ്യം എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വരെ ഉറപ്പ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും എത്രത്തോളം പ്രചോദനം ഉൾക്കൊള്ളും എന്നുള്ള കാര്യങ്ങളും ഈ ഒരു രാഷ്ട്രീയത്തിൽ ഈ ഒരു വിഷയത്തിൽ വളരെയധികം ചർച്ചയാവുകയാണ്. അതോടൊപ്പം തന്നെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരും. അതിനുള്ള പ്രധാന കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ദുർഭരണം അല്ലെങ്കിൽ ഭരണവിരുദ്ധ തന്നെയാണ്. ഇടതുപക്ഷം എങ്ങനെയാണോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പടിയിറങ്ങിയത്, അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ട സമയമായെന്നും അതിനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും എടുത്തെടുത്ത് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രചോദനം കിട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മാസം 29-നാണ് രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്നത്. 142 മണ്ഡലങ്ങളാണ് ഇനി വിധി എഴുതുന്നത്. അതും സ്വാഭാവികമായിട്ടും BJPക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം, ഓക്കെ ദിലീപ് കുറ്റിച്ചൽ, പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് നടക്കാനിരിക്കെ ശക്തമായ പ്രചരണം നടക്കുകയാണ്. BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള അതിശക്തമായ മത്സരം ബംഗാളിന്റെ മണ്ണിൽ നടക്കുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ BJP അവകാശപ്പെടുന്നത് ആദ്യ ഫേസിൽ വിധി എഴുതിയ 152-ൽ 110-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് തങ്ങൾ ഇതിനകം തന്നെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് അമിത്ഷാ പറയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പശ്ചിമ ബംഗാളിന്റെ മണ്ണ് ഒരു വലിയ ഭരണമാറ്റത്തിനായി ഒരുങ്ങുന്നുവെന്ന സന്ദേശം BJP നൽകുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പുകളാകട്ടെ വലിയ തോതിൽ പ്രതിരോധത്തിലുമാണ്. പ്രത്യേകിച്ച് SIR വന്നതോടുകൂടി ഈ മുസ്ലിം വോട്ട് ബാങ്ക് തകർന്നിരിക്കുകയാണ്. കാരണം SIRൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ 91 ലക്ഷത്തോളം ആളുകൾ ഈ വോട്ടിംഗ് പട്ടികയ്ക്ക് പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ്. അത് TMCക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ദിലീപാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്ന്. ഇനി